Hi friends, welcome to Goya. ഹംഗറി എന്ന യൂറോപ്യൻ രാജ്യത്തെ ആറാമത്തെ വലിയ പട്ടണമായ ഗൊയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. യൂറോപ്പിൻ്റെ പ്രധാന നദിയായ ഡാന്യൂബ് റിവറിൻ്റെ ഓരത്തുള്ള പ്രധാന പട്ടണമായ ഗൊയർ, മധ്യ യൂറോപ്പിലെ തന്നെ പല തന്ത്രപ്രധാനമായ റോഡ് നെറ്റ്വർക്കുകളുടെ ഇടയിലായാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഓസ്ട്രോ ഹംഗേറിയൻ കാലഘട്ടത്തിലെ പല പഴയ ബിൽഡിങ്ങുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം 1918 ഓസ്ട്രോ ഹംഗേറിയൻ എംപയർ പൂർണ്ണമായി അവസാനിക്കുകയും പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശം മുഴുവനും. ഇന്നും ഇവിടെ പല കെട്ടിടങ്ങൾക്കും പഴയ ഒരു സോവിയറ്റ് ടച്ച് ഉണ്ട്. വെസ്റ്റേൺ ട്രാൻസ് ഡാന്യൂബിയ എന്നാണ് ഈ പ്രദേശം പൊതുവായി അറിയപ്പെടുന്നത്. ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഈ വീഡിയോ പിടിക്കുന്നത്. ഭാഗ്യത്തിന് നല്ല വെയിലുണ്ടായിരുന്നു. നഗരത്തിൻ്റെ തന്നെ എല്ലാ സ്ട്രീറ്റുകളുടെയും ഒത്ത നടുക്കായിട്ടാണ് ഈ ബോയ് ഇൻ ദ ബോട്ട് എന്ന പ്രതിമ. ദേ ഈ ബുക്ക് ഷോപ്പ് കണ്ടോ, പഴയ ഒരു ജിപ്സി കാരവാൻ ട്രെയിലർ മോഡിഫൈ ചെയ്തതാണ്. ഇത്രയും ക്യൂട്ടായ ഒരു ബുക്ക് ഷോപ്പ് ലോകത്തിൽ തന്നെ വേറെ കാണുവാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഈ ബുക്ക് ഷോപ്പിൻ്റെ ഇപ്പോഴത്തെ മുതലാളിച്ചിയാണെന്ന് തോന്നുന്നു ആ പെണ്ണ്. ചെറിയ രീതിയിലുള്ള സുവനീർ കടകളും സ്നാക്സ്, ബുക്സ് തുടങ്ങിയ സാധനങ്ങൾ വിൽക്കുന്ന കടകളും ആർക്കും ശല്യമുണ്ടാക്കാത്ത രീതിയിൽ വളരെ ക്യൂട്ടായി ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ കാണാം. ദേ ഇവർ ഹംഗേറിയൻ ഭാഷയിൽ പാടുന്ന ഒരു ക്രിസ്തീയ പാട്ടാണ്. ബസിലിക്ക ഓഫ് ഗോയർ എന്ന കത്തീഡ്രലിലെ ഗായകരായിരുന്നു അവരെല്ലാവരും. ഏകദേശം 3,80,000 ആളുകൾ വസിക്കുന്ന ഗൊയറിൽ 84.5% ഹംഗേറിയൻസും 1.5% ജർമ്മൻസും പിന്നെ ബാക്കി മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന ഭാഷകൾ ഹംഗേറിയനും പിന്നെ ജർമ്മനുമാണ്. ഈയിടെയായി ഇവിടെ ഇംഗ്ലീഷ് ഭാഷയും പോപ്പുലറാണ്. ദേ പട്ടണത്തിൻ്റെ ഒത്ത നടുക്ക് നല്ല തല ഉയർത്തി നിൽക്കുന്ന ഈ സുന്ദരം കെട്ടിടമാണ് ഗോയർ ടൗൺ ഹാൾ. യൂറോപ്പിൽ ടൗൺ ഹാൾ എന്നാൽ ടൗൺ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമെന്നാണ്. ഇതാണ് ഹംഗറിയിലെ പഴയ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ ഗബോർ ബറോസിൻ്റെ പ്രതിമ. സാധാരണക്കാർക്ക് റെയിൽ ഗതാഗതം തൻ്റെ 6 വർഷത്തെ സേവനം കൊണ്ട് സാധ്യമാക്കിയ ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റുകൾ ധാരാളമായി നമുക്കിവിടെ ഒട്ടുമിക്ക സ്ട്രീറ്റുകളിലും കാണാം. ഹംഗറിയിലെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ കടകളുടെ മുന്നിൽ കടയിൽ വിൽക്കുന്നതോ അല്ലെങ്കിൽ കടയുടെ പേരിന് സമാനമായ ഒരു അടയാളം തൂക്കുക എന്നത്.
സൂക്ഷിച്ചു നോക്കിയാൽ തുണിക്കടകളുടെയും മുടിവെട്ട് കടകളുടെയും തയ്യൽ കടകളുടെയും എല്ലാം അടയാളമായി കടകളുടെ പുറത്ത് ബോർഡ് പോലെ ഓരോ സ്തൂപങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം. ഇത് പണ്ട് കാലത്ത് വായിക്കാൻ അറിവില്ലാത്ത ആളുകളുടെ സൗകര്യത്തിനായിട്ടാണെന്നാണ് അറിയാൻ സാധിച്ചത്. 1820 ആദ്യത്തെ സോഡാ വാട്ടർ മെഷീൻ കണ്ടുപിടിച്ച അന്യൂസ് ജെറ്റ്ലിക്കിൻ്റെ ബഹുമാനാർത്ഥമുണ്ടാക്കിയ ഒരു ഫൗണ്ടനാണിത്. ഇതാണ് ബസിലിക്ക ഓഫ് ഗോയർ അഥവാ ഗോയർ കത്തീഡ്രൽ. ഇത് 9-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സെന്റ് ലസാറസ് പള്ളിയുടെ അവശിഷ്ടമാണ്. ഇതാണ് ഗോയർ കത്തീഡ്രലിലെ പള്ളിമേട. പല രാജ്യങ്ങളിലെ പല പള്ളിയിലും പോയിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കുരിശു രൂപം ആദ്യമായാണ് കാണുന്നത്. ഇടത്ത് കൈ മാത്രം കുരിശിൽ തറച്ചിരിക്കുകയും വലത്തെ കൈ താഴേക്ക് കിടക്കുകയുമായ ഈ രൂപം ലോകത്തിൽ തന്നെ അപൂർവമാണ്. പള്ളിയിലെ പ്രീസ്റ്റിനെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് അറിയാൻ സാധിച്ചത്. മുമ്പേ കണ്ട പാട്ടുകാർ അവർ കൊന്ത ചൊല്ലിയാണ് പോകുന്നത്. ഇതാണ് 1627 സ്ഥാപിതമായ ഗോയർ തിയോളജിക്കൽ കോളേജ്. ഇപ്പോഴും ഇത് വളരെ ഫേമസ് ആയ ഒരു തിയോളജിക്കൽ കോളേജാണ്. ഏകദേശം 45% ആളുകൾ ഇവിടെ കാത്തലിക് വിശ്വാസം പിന്തുടർന്നു പോകുന്നു. 14% ആളുകൾ ഒരു വിശ്വാസവും തുടരാത്തവരുമാണ്. ഇത് ഗോയറിൻ്റെ ചരിത്രവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ചരിത്രവും അറിയാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണ്. ബൊറോക്ക് സ്റ്റൈൽ ആർക്കിടെക്ചറിൽ ആണ് ഈ ബിൽഡിങ്ങിൻ്റെ രൂപകൽപ്പന. സമ്മർ ആയതുകൊണ്ട് 36 ഡിഗ്രി ചൂടിൻ്റെ കാഠിന്യം അല്പം കുറയ്ക്കാനായി വാട്ടർ സ്പ്രേയർ ആണ് ഇത്. അതിൻ്റെ അകത്തുകൂടെ പോയാൽ ഒന്ന് കൂളായി കിട്ടും. അടിപൊളിയാണിത്. പഴയ രാജഭരണകാലത്തെ അവശേഷിപ്പുകളാണ് ഈ പീരങ്കിയും കോട്ടമതിലുകളും എല്ലാം. ഡാനൂബിൻ്റെ കൈവഴിയായ റബ റിവറാണിത്. വൈകുന്നേരം ഇവിടെ വിശ്രമിക്കാനും എക്സസൈസ് ചെയ്യാനും എല്ലാം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഓരം. അത്ര വലിയ സാമ്പത്തികം ഒന്നുമില്ലാത്ത രാജ്യമാണെങ്കിലും ഇവിടുത്തെ വൃത്തിയും വെടുപ്പും എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു ചെറിയ കഷ്ണം പേപ്പർ പോലും ഇവിടെ എങ്ങും കാണാൻ കിട്ടില്ല. അത്രയ്ക്കും വൃത്തിയാണ്. പള്ളിമണികളുടെ നഗരമെന്നും ഗോയറിന് ഒരു വിശേഷണമുണ്ട്. അടുത്തടുത്തായി ഇവിടെയുള്ള പള്ളികളുടെ എണ്ണവും അവയിലെ എല്ലാ മണികളുടെയും ശബ്ദമാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. (1732) നിർമ്മിച്ച ഇറ്റാലിയൻ ബൊറോക്ക് ശൈലിയിലുള്ള കാർമലൈറ്റ് പള്ളിയാണിത്. ഡാനൂബിൻ്റെ രത്നമെന്നറിയപ്പെടുന്ന ഗോയറിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.